ഹലോ എവ്രി വൺ. ഞാൻ ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കണമെന്ന് ചെറുതായി ഒന്ന് ആലോചിച്ചു. പിന്നെ ചെയ്യാൻ തന്നെ വിചാരിച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടിയിട്ട് പോരാടി ഇത്തിരി തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യണ്ടേ? നീണ്ട 8 വർഷത്തിന് ശേഷം ഇന്നലെ ആ വിധി വന്നു. പക്ഷെ ആ വിധിയിൽ പലരും സാറ്റിസ്ഫൈഡ് അല്ല. ഒരുപാട് പേര് വളരെ സന്തോഷത്തിലുമാണ്. പക്ഷെ വിധി വരുന്നതിന് മുന്നേ തന്നെ 8ാം പ്രതിയായിരുന്ന ആൾ വളരെ കോൺഫിഡൻസിലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കണ്ട ആർക്കും മനസ്സിലാവും. ഞാനിതിവിടെ കൊടുക്കാം. അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഈ മാസം റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അവസാന പണികൾ ഇന്നലെ രാത്രി വൈകി സ്റ്റുഡിയോയിലടക്കം ഇരുന്ന് ഡബ് ചെയ്ത് തീർത്തു. പക്ഷെ അദ്ദേഹം പ്രതീക്ഷയിലാണ് തനിക്കെതിരെ ശിക്ഷ ഉണ്ടാവില്ല എന്ന് സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ മാത്രവുമല്ല, ദിലീപിൻ്റെ D152 എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അതിൻ്റെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ നടക്കുന്നുണ്ട്. അതായത് ദിലീപ് ഈ കേസിൽ താൻ പെടില്ല എന്നുള്ള വളരെ അമിതമായ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിധി വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും കോൺഫിഡൻസിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ ജയിക്കുമെന്ന് പറയാൻ പറ്റുക? എങ്ങനെയാണ് ഒരാൾക്ക് പുതിയൊരു മൂവിയുടെ പൂജ ചെയ്യാനായിട്ട് പറ്റുക? നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വിചാരിക്കുക, ഇതൊന്ന് കഴിഞ്ഞിട്ട് എന്താവുമെന്ന് അറിയില്ലല്ലോ, അങ്ങനെയല്ലേ വിചാരിക്കുക? ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും ഉണ്ടാവില്ലേ? അതുപോലെ വിധി വന്നതിന് ശേഷം അദ്ദേഹം കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞൊരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഏകദേശം ഇതൊക്കെ ഒന്ന് പഠിച്ച് വന്നിട്ടുള്ളൊരു സ്പീച്ചാണ്, അത്യാവശ്യം മാസ് ഇടാൻ പറ്റിയൊരു സ്പീച്ചാണ് എന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യേനെ തന്നെയാണ്. ഇനിയും പോകെ ആ സ്ത്രീയിലേക്ക് കൂടുതലായിട്ട് ഇദ്ദേഹം ലക്ഷ്യം വെക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ആരും ഇത് വിശ്വസിക്കരുത്, ഇത് തനിക്കെതിരെ തൻ്റെ ശത്രുക്കൾ മെനഞ്ഞെടുത്ത ഒരു കഥയാണെന്നൊക്കെയാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യവും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭാര്യനെ പറ്റിയിട്ടാണ് അത്. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്, എൻ്റെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ്, എൻ്റെ സഹോദരീനെ പോലെയാണ് എന്നൊക്കെ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഇത് എന്നോട് ശത്രുതയുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാണ്. സഹോദരിയുടെ സ്ഥാനത്തുള്ളവരെ കല്യാണം കഴിക്കുന്ന ഒരു നാട്ടു നടപ്പൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ കുറ്റങ്ങൾ മറച്ചു പിടിക്കാനായിട്ട് വേറെ ആൾക്കാരുടെ തലയിൽക്കിടാനുള്ള ഒരു വ്യഗ്രത പണ്ടും കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കരിയർ നശിപ്പിക്കുന്ന കാര്യം, അതിജീവിതയുടെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ആണെങ്കിലും കരിയർ നശിപ്പിക്കാനായിട്ട് ഇദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. അപ്പോൾ ഇതിൽ 8ാം പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തനിക്കെതിരെയുള്ളൊരു ഗൂഢാലോചനയാണെന്നാണ്. അതിന് 2 കേസസാണ് ഉള്ളത്. ഒരെണ്ണം ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നുള്ളത്, അത് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇത് വിക്ടിം കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് അത് അങ്ങനെയല്ലാന്നെങ്കിലും അറ്റ്ലീസ്റ്റ് തെളിയിക്കാൻ പറ്റി. ഭാഗ്യം തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നീതിയും ന്യായമൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് അത് തെളിയിക്കാൻ പറ്റി. നിയമം വേറെ നീതി വേറെ എന്നല്ലേ? കോടതിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് തെളിവുകളാണല്ലോ. അപ്പോൾ തെളിവുകളുടെ അഭാവം കൊണ്ടാണ് 8ാം പ്രതി നിരപരാധിയാണ് അല്ലെങ്കിൽ വെറുതെ വിട്ടത്. വേണ്ടത്ര തെളിവുകളില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെയധികം ഇതിനെ പറ്റിയിട്ട് തെളിവുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു മരിച്ചുപോയ സംവിധായകൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ഇനി തെളിവുകൾ കൊണ്ട് ഹാജരാക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹൃദയ സംബന്ധമായ എന്തോ അസുഖം അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ എന്തോ അസുഖം എന്നാണ് എനിക്ക് ഓർമ്മ. പക്ഷേ ഈ വക അസുഖങ്ങളൊക്കെയും നമുക്ക് സ്ലോ പോയ്സണിങ് കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, എങ്ങനെയൊക്കെയാണ് ചിന്തകൾ പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ട്. അല്ല, ഇനി ഇദ്ദേഹം പറയണ പോലെ ഇദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇതെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ എന്നാണ് നമുക്കും പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല, ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റോറിയാണ് എന്നുള്ള വാദമെങ്കിലും പൊളിഞ്ഞു. ഇത് ചെയ്തവർക്ക് ശിക്ഷ കിട്ടി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറുതായി ഒന്ന് ആശ്വസിക്കാം. അത് അതിജീവിതയ്ക്കും ഒരു ചെറിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് ആര് ചെയ്യിച്ചു എന്നുള്ളത് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഏതോ മഹാൻ പറഞ്ഞതുപോലെ നിയമം ഒരു ചിലന്തി വല പോലെയാണ്. ചെറിയ ചെറിയ പ്രാണികൾ അതിൻ്റെ ഉള്ളിൽ പെടും, വലിയ വലിയ പ്രാണികൾ അത് പൊട്ടിച്ച് പറന്നു പോകും. അങ്ങനെ ആവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.